ഹായ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കിച്ചൺ ടിപ്സുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. വളരെ യൂസ്ഫുള്ളാണ്. നമ്മളുടെ കിച്ചണിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് നമുക്കറിയാം കറിവേപ്പില ഇല്ലാതെ നമുക്ക് ഏത് കറി വെച്ചാലും ഒരു തൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ അത് എത്ര നാൾ വേണമെങ്കിലും ഫ്ലാറ്റിലോ പുറത്തോ ഒക്കെ താമസിക്കുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു എത്ര നാൾ വേണമെങ്കിലും കുറഞ്ഞത് ഒരു 6 മാസത്തേക്ക് നല്ല രീതിയിൽ, അതായത് നല്ല മണവും അതേപോലെ തന്നെ നല്ല ഫ്രഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ ചില്ലുകുപ്പി ഉണ്ടല്ലോ, പൊട്ടുന്ന ചില്ലുകുപ്പി, അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക. അല്ലെങ്കിൽ വെയിലത്ത് വെക്കാൻ പറ്റാത്ത പുറത്തൊന്ന് ഗ്യാസിലേക്ക് ദൂരോട്ട് പിടിച്ചിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ കറിവേപ്പില അതുപോലെ തന്നെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് തോത്തിയെടുക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നീ ഫാൻ്റെ കീഴിലോ അല്ലെങ്കിൽ നമ്മളൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുത്ത ശേഷം ഒരു ഈർപ്പമെല്ലാം പോയിരുന്ന് നമ്മളത് നല്ലതുപോലെ നിർത്തിട്ട് ഈ ടിന്നകത്തോട്ടാക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എത്ര നാൾ വേണമെങ്കിലും കൂടുതലായിട്ടൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല, നമുക്ക് സൂക്ഷിക്കാം. ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാവും. അപ്പോൾ ഞാനിതുപോലെ ചെയ്ത് വെക്കാറാണ് പതിവ്. അത്യാവശ്യം നമുക്ക് എപ്പോഴും പുറത്ത് പോയി പിച്ചേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല, നമുക്ക് ഏത് രാത്രിയിലും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് നാരങ്ങ അച്ചാർ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു വിഷമമാണ്, പെട്ടെന്ന് കേടായി പോവും. നാരങ്ങ അച്ചാറായാലും ഏത് അച്ചാറായിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് വിനാഗിരി മുക്കിയ ഒരു തുണി ഇട്ട് കൊടുക്കുക. എത്ര നാൾ വേണമെങ്കിലും പൂപ്പലൊന്നും ഇല്ല, നമുക്ക് സൂക്ഷിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ അടപ്പിനകത്തോട്ട് നമ്മളൊന്ന് ചുറ്റി അകത്ത് വെച്ച് കൊടുത്താൽ മതി. വിനാഗിരി മുക്കിയ തുണി, കോട്ടൺ തുണി ആവണം. അപ്പോൾ യാതൊരു രീതിയിലും കേടുപാടൊന്നുമില്ല, നമുക്ക് എത്ര നാൾ വേണമെങ്കിലും അച്ചാർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ പഴയ കുക്കറൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ചൊക്കെ പഴകുമ്പോൾ എടുത്ത് കളയാറാണ്, നമ്മൾ മാറ്റി വെക്കും. പക്ഷേ അങ്ങനെ മാറ്റി വെക്കേണ്ട കാര്യമില്ല, നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് യൂസ് ചെയ്ത്. പഴയ മോഡൽ കുക്കർ കാണുമ്പോൾ അറിയാമല്ലോ, ഇപ്പോഴത്തെ മോഡൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇത് പഴയ മോഡൽ കുക്കറാണ്. ഇപ്പം നമുക്ക് അകത്തൊക്കെ ഇതുപോലെ പഴയ കുക്കറിൻ്റെ അകത്തൊക്കെ കരി പിടിച്ച് അതുപോലെ തന്നെ അടി പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. നമുക്ക് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അടുത്ത ആ ഒരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ കുക്കർ അടച്ച് പെട്ടെന്ന് വെക്കുമ്പോഴായിരിക്കും വിസിൽ വരാനായിട്ട് താമസം. അതിൻ്റെ വാഷർ ലൂസായി പോകാറുണ്ട്. ആ സമയത്ത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തല്ല, നമ്മളത് വെക്കുന്നതിന് തലേ ദിവസം തന്നെ വൈകിട്ട് ഈ കുക്കറിൻ്റെ വാഷർ നമ്മൾ പച്ചവെള്ളത്തിൽ കുതിർത്ത് ഇട്ടിരുന്നാൽ മതി. രാവിലെ എടുത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ടൈറ്റായിട്ടുണ്ടാവും. നമുക്ക് പെട്ടെന്ന് ആവി വന്ന് സാധനം പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ അടപ്പെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതിൻ്റെ ആ ഒരു സുഷിരം നമ്മളെപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കരി പിടിച്ച കുക്കറോ ആ പാത്രമോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് പെട്ടെന്ന്, അതുപോലെ അടി പിടിച്ചൊക്കെ ആ ഒരു പാത്രം ഉണ്ടല്ലോ അടുക്കി പിടിച്ചിരിക്കുന്നത്, അതൊക്കെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് ഒരു തുള്ളി ഉജാല എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ പറ്റിയ ഒന്നെന്ന് വെച്ചാൽ പുളിച്ച നമുക്ക് പഴകിയ ദോശ മാവോ ഇഡ്ഡലി മാവോ ഒക്കെ നമ്മുടെ ഫ്രിഡ്ജിലുണ്ടാവുമല്ലോ, അതുകൂടി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നല്ല ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അടുക്കി പിടിച്ച പാടും അതുപോലെ കറുത്ത പാടും ഒക്കെ മാറിയിട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഇടയൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മളുടെ കൈ പറ്റുന്ന ആ ഒരു അംശമൊക്കെ അപ്പോഴേ അറിയാമല്ലോ, പോയി കിട്ടും. അപ്പം അതുപോലെ സിങ്കൊക്കെ അഴുക്ക് പിടിച്ച് കിടക്കുകയാണെങ്കിൽ നമുക്കിത് ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. ഈ പഴകിയ നമ്മുടെ മാവും അതുപോലെ ഈ പിന്നെ അരി ആട്ടുന്ന ആ ഒരു മാവും ഒക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ഇതുപോലെ എത്ര അഴുക്ക് പിടിച്ച കുക്കറും പാത്രവും ഒക്കെ നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ വാഷറിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല, അങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് നല്ല ഇത്തിരിയൊക്കെ ലൂസായ വാഷറാണ് നമുക്കത് നല്ല ടൈറ്റാക്കി നമുക്കത് ഉപയോഗിക്കാം. നല്ല രീതിയിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഈ പയറൊക്കെ വെന്ത് തൂവാതിരിക്കാനായിട്ട് കുക്കറിൻ്റെ മൊത്തത്തിൽ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, നമ്മൾ വെക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് തൂത്ത് കൊടുക്കും, അടപ്പിലും അതുപോലെ ഇതിൻ്റെ 4 സൈഡിലും കേട്ടോ. അപ്പോൾ ഈ പരിപ്പൊക്കെ വെക്കുമ്പോൾ തൂകി മൊത്തം തെറിച്ച് പോകാറുണ്ട്, അതുപോലെ സാമ്പാർ പരിപ്പൊക്കെ. അപ്പോൾ അങ്ങനെ പോവില്ല, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നമുക്ക് അതിനകത്ത് തന്നെ ഒട്ടും പുറത്തോട്ട് പോകാതെ നമുക്ക് വെന്ത് കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സ്കൂൾ തുറന്നല്ലോ, അപ്പോൾ എല്ലാവർക്കും വളരെ ധൃതിയാണ് രാവിലെ കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു ടിപ്പുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം വൈകിട്ട് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു സ്റ്റീൽ കണ്ടെയ്നറിനകത്ത് നമ്മൾ ഈ അരി ഇട്ട് കുതിർത്ത് വെച്ചിരിക്കുക. അപ്പോൾ രാവിലെ എടുക്കുമ്പോഴത്തേക്കും ഒരു പാതി നല്ല ഒരു മയമായിട്ടുണ്ടാവും. നമുക്ക് പെട്ടെന്ന് തന്നെ പഴയ ഒരു അരി വേവുന്നതിൻ്റെ പകുതി സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ചോറൊക്കെ വെച്ച് കഴിയുമ്പോൾ ചില ദിവസം അങ്ങ് ഒരുപാട് വെന്ത് പോകാറുണ്ട്. അപ്പോൾ അത് കുഴഞ്ഞു പോകും.
അപ്പോൾ അങ്ങനെ കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് അഥവാ ഒന്ന് വെന്തു എന്ന് തോന്നുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ചോറ് ഊറ്റുന്നതിന് മുമ്പായിട്ട് ഇത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച ശേഷം പിന്നെ നമ്മൾ ചോറ് ഊറ്റി എടുത്തു കഴിഞ്ഞാൽ ആ തമ്മിലുള്ള ഒട്ടലും ഒക്കെ ഒന്ന് മാറി നല്ല ഇതളുകളായിട്ട് നമുക്ക് ചോറ് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അത്യാവശ്യം നമ്മൾ തിരക്കുള്ള സമയത്തൊക്കെ പെട്ടെന്ന് മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ കട്ട പിടിച്ചിരിക്കും. പെട്ടെന്ന് അത് മാറുവാനായിട്ട് നമ്മൾ ലേശം ഉപ്പ് വിതറി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് മീൻ ആ ഒരു കട്ട് ചെയ്യാൻ പരുവത്തിന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ടിപ്സൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ അതുപോലെ തന്നെ നമുക്ക് ഇത്തിരി പഴകിയ മാലയും കൊലുസവും അതുപോലെ കമ്മൽ എന്തോ ആയിക്കോട്ടെ സ്വർണ്ണാഭരണങ്ങളാണ്. അപ്പോൾ അത് കഴിവെടുക്കാനായിട്ട് പിന്നെ നമ്മൾ കടയിൽ കൊടുത്ത് മോടി പിടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. മറ്റ് കെമിക്കലോ മറ്റ് ചൂടാക്കി ഒന്നും ചെയ്യാതെ. ഇതിനകത്ത് ഈ ഒരു ലിക്വിഡിൽ നമ്മൾ മുക്കി ഒരു 10 മിനിറ്റ് വെച്ച ശേഷം എടുക്കുമ്പോൾ തന്നെ ആ മാലയുടെ കളറിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ മാറ്റ് കുറയുകയോ അല്ലെങ്കിൽ ബ്രഷിട്ട് പിടിക്കുകയോ ഒന്നും വേണ്ട. നമ്മൾ വെറുതെ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. സ്വർണ്ണം ഒന്നും ചൂടാക്കി കൂടെ അതിൻ്റെ മാറ്റ് പോവും. അതറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മനസ്സിലാവും പഴകിയ കുലുസോ കമ്മലോ എന്തോ ആയിക്കോട്ടെ നല്ല രീതിയിൽ ആ ഒരു നല്ല വകിട്ടോടുകൂടി നമുക്കിത് കഴുകിയെടുക്കാനായിട്ട് കഴിയും. ഈ ഒരു ലിക്വിഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുക കേട്ടോ. അതിൽ ഒന്നും ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു കുഞ്ഞൊരു നുള്ള് സോപ്പ് പൗഡർ കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കളറൊക്കെ മനസ്സിലാവും. സോപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ആകുമ്പോൾ നല്ല ഒരു ബ്രൗൺ കളറിലാവും. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ വാങ്ങി വെച്ചിട്ട് നമ്മൾ ഈ വെള്ളത്തിലാണ് മാല ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ അടുക്കളയിൽ മണി പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലേക്ക് കൊതുകിൻ്റെ ശല്യം ഉണ്ടാവാതിരിക്കാൻ പൊടി നമ്മൾ കുഞ്ഞു കുഞ്ഞു മീനുകളില്ലേ അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊതുകിൻ്റെ ശല്യം ഇല്ലാതാവും കേട്ടോ. അതുപോലെ ഫ്രിഡ്ജിൽ മീനിൻ്റെ സ്മെല്ലൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ ഒരു പീസ് നാരങ്ങ വെച്ച് കൊടുക്കാം. ആ ഒരു സ്മെല്ല് ഇല്ലാതാവും. അതിലും ബെറ്റർ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ ഒരു പീസ് ന്യൂസ് പേപ്പർ എടുത്തിട്ട് വെറുതെ വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം ഒന്ന് കുതിർത്ത് അതിലേക്ക് നമുക്ക് മടക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചില്ലറിൽ മടക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് മൊത്തത്തിലുള്ള ആ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാ ടിപ്സുകളും വളരെ യൂസ്ഫുള്ളാണെന്ന് കരുതുന്നു. നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.